എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ ദിവസങ്ങളായി കഴിഞ്ഞ് നാളെ ഉത്രാടമാണ്. അപ്പോൾ എല്ലാവരും തിരക്കാണെന്നറിയാമെങ്കിലും കുറേ പേര് ഇതിലൊന്നും പെടാതെ വെറുതെ വീട്ടിലിരിക്കുന്ന, വിഷമിച്ച് പല കാര്യങ്ങൾ കൊണ്ടും സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്ന, ഓണമില്ല അല്ലെങ്കിൽ ആഘോഷങ്ങളൊന്നും ഇല്ലാതെ ഒറ്റപ്പെട്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകാം. എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ തന്നെ. അപ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കാണാനല്ല, സ്വപ്നം എന്താ വീഡിയോ ഇടാത്തതെന്ന് ചിലവരെങ്കിലും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാനിന്ന് വീഡിയോ ഇട്ടത്. വീഡിയോ ഇടാനായിട്ട് എനിക്കും തിരക്ക് ഉണ്ട്. നാളെ മുതൽ നമ്മൾ ഓണപ്പാചകമൊക്കെ തുടങ്ങുന്നതുകൊണ്ട് തന്നെ ഇന്ന് സാധനങ്ങളെല്ലാം പോയി മേടിക്കുകയും ഒക്കെ ചെയ്യേണ്ട ദിവസമാണ്. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചത്തെ വീഡിയോയും വെള്ളിയാഴ്ചത്തെ വീഡിയോയും ചേർത്ത് വളരെ ചെറുതായിട്ട് തന്നെ കുറേ എഡിറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ ഇടുന്നതാണ്. കാരണം ഞാൻ വീഡിയോ എടുത്ത് വെച്ചേക്കണത് ഏതായാലും എൻ്റെ ഫോണൊന്ന് ക്ലീനാക്കി വെക്കുകയും ചെയ്യാമല്ല, ഇതങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച രാവിലെ പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, ആൽഫ്രഡോ പാസ്ത. അപ്പോൾ അതിൻ്റെ തിളച്ച വെള്ളം തിളപ്പിച്ചിട്ടത് വേവിക്കാൻ അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ടൈപ്പ് പാസ്ത പകുതിയായിട്ട് എടുത്തിട്ട് അത് അങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഒരു എണ്ണം മാത്രം എടുത്താൽ തികയില്ല. അതുകൊണ്ട് 2 മോഡലും എടുത്തിട്ട് ഒരെണ്ണം സ്പിരലാണ്, പിന്നെ ഒരെണ്ണം വേറെ ടൈപ്പ് പാസ്തയാണ്. അപ്പോൾ 2ഉം ചേർത്തിട്ടാണ് ഇട്ടത്. പിന്നെ ഒരു ഇത്തിരി ബട്ടർ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറുമ്പോൾ അത്രയും മാത്രം മതി, കളറൊന്നും മാറാൻ പാടില്ല. അതിനകത്തേക്ക് ഇത്തിരി ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് ഇതിൽ മൈദ ഇട്ട് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ച് അതിൻ്റെ പച്ചമണം മാറിയിട്ട് മാത്രം പാല് ഞാൻ ഇത്തിരി വെള്ളം ചേർത്തിട്ടാണ് വെച്ചത്. അതും ഒഴിച്ച് കുറുക്കി അതിൻ്റെ കട്ടയൊക്കെ മാറ്റിയെടുത്തിട്ട് കുറച്ച് ഫ്രഷ് ക്രീം ഇരുന്നത് അതും കൂടി ഒഴിച്ച്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് ഒറിഗാനോ മാത്രം ഇട്ടാൽ മതി, ഉപ്പും കുരുമുളക് പൊടി. വേറെ ഇതിനകത്ത് മസാലകളോ ഇത് ചിക്കൻ പീസസ് ഇടാം കേട്ടോ. ഉപ്പും കുരുമുളകും ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇടാം, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പുഴുങ്ങിയ പോലെ എടുത്തിട്ടിടാം. അതിപ്പോൾ ഏതായാലും ഞാൻ ചെയ്യണില്ല, രാവിലെ അങ്ങനെ ചെയ്യാനുള്ള ചിക്കനും എൻ്റെ കയ്യിലിങ്ങനെ ഫ്രീസ് ചെയ്ത് ഇരിക്കുന്ന ചിക്കനേ ഉള്ളൂ. അപ്പോൾ അത് എടുത്തില്ല ഞാൻ. അതിട്ടാൽ നന്നായിരിക്കും. അത് മുൻകൂട്ടി കണ്ട് നമ്മൾ തലേദിവസം തന്നെയൊക്കെ ചെയ്ത് വെക്കണമെങ്കിൽ രാവിലെ അതങ്ങോട്ട് ഇട്ടാൽ മതി. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്നും ഇടാതെ തന്നെ വെജിറ്റബിൾസ് വേണമെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഇടാം. അങ്ങനെ ഇടുന്ന റെസിപ്പികൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഏതായാലും എനിക്കതൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് ഇത് മാത്രം. ഇനി ഏറ്റവും അവസാനം ഇത്തിരി ചീസ് കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു 9 മണി കഴിയാതെ ഒന്നും താഴേക്ക് വരാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി കട്ടയാകും ഇവർ വരുമ്പോഴേക്കും. എങ്കിലും ഞാനും പപ്പയെടുത്ത് കഴിച്ചിട്ട് ബാക്കി അത് അവിടെ വെച്ചിട്ടാണ്. കാരണം കുട്ടികളെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ തന്നെ അത് കട്ടയിട്ട് കഴിക്കേണ്ടി വരും. പിന്നെ ഞാൻ കുറച്ച് പാലവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഇനി അത് ലൂസാക്കണമെന്നുണ്ടെങ്കിൽ ആ പാലൊന്ന് ചൂടാക്കി എടുത്തിട്ട് അങ്ങോട്ട് ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് തീ ഓൺ ചെയ്യേണ്ട കാര്യമില്ല. പാൽ ചൂടാക്കിയത് ചൂടുള്ള പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, അതൊന്ന് ലൂസാക്കി അങ്ങനെ കിട്ടും. അപ്പോൾ കുട്ടികൾ വന്നു കഴിഞ്ഞ് അത് അവർ പറയും അത് ഓക്കെയാണ്, വേറെ ഒന്നും ചെയ്യേണ്ട, കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിച്ച്. പിന്നെ ഞാനിന്ന് പപ്പനെ കുറച്ച് സാമ്പാർ പീസ് മേടിക്കാൻ വിട്ടിട്ടുണ്ട്. കാരണം ഇന്നിപ്പോൾ വേറെ നോണൊന്നും കഴിക്കാനുള്ള ഒരു മൂഡ് കുട്ടികൾക്കാണ്, റിച്ചാൻ ഒട്ടും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാമ്പാർ കഷ്ണം എത്തിയിട്ടില്ല, അതിന് പരിപ്പ് അങ്ങോട്ട് വേവിക്കാമല്ലെന്ന് വിചാരിച്ച് പരിപ്പൊക്കെ വേവിച്ച്. അപ്പോൾ പപ്പതേ സാധനങ്ങളൊക്കെ ഇട്ട് വന്ന് ഇത്തിരി പഴമൊക്കെ മേടിക്കാനുണ്ടായിരുന്നു, അതും ഒക്കെ ഇട്ട് പപ്പ വന്ന്. അപ്പോൾ സാമ്പാർ കഷ്ണം ഞാൻ 2 അവിയലിനും സാമ്പാറിനും വേണ്ടിയിട്ട് കട്ട് ചെയ്ത്. കാരണം സാമ്പാർ മാത്രമായിട്ട് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാടായിപ്പോവും, പിന്നെ എല്ലാവരും കഴിക്കില്ല. ആ പകുതി അവിയലാക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ആ നേരത്ത് വേഗം സാമ്പാറിൻ്റെ കഷ്ണം ആദ്യം കട്ട് ചെയ്തെടുത്തിട്ട് പരിപ്പ് വെന്തിരിക്കണമല്ലേ അതിനകത്തേക്ക് അങ്ങോട്ട് ഇട്ട്. ഇപ്പം നമ്മുടെ ഓണപ്പാചകം തുടങ്ങുമ്പോൾ എന്തായാലും ഇനി സാമ്പാർ ഉണ്ടാക്കണം. ഈ സാമ്പാർ ഇതുവരെ തീർന്നിട്ടില്ല, ഫ്രിഡ്ജിലിരിക്കണേ. എങ്കിലും ഓണത്തിന് നമ്മൾ വീണ്ടും സാമ്പാർ ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ അത് ആക്കി. പിന്നെ മറ്റേ അവിയലിനുള്ളത് നീളത്തിലും അരിഞ്ഞിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയാണ് ചേർത്തത് കേട്ടോ. സാധാരണ ഞാൻ എപ്പോഴും മുളക് പൊടിയും ഇത്തിരി ചേർക്കാറുണ്ട്, പക്ഷേ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ഈ ഒരു അവിയൽ നല്ല ടേസ്റ്റായിരുന്നു. സാറ്റിനൊക്കെ ആണെങ്കിൽ അവിയൽ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സാറിനൊക്കെ ഇഷ്ടമാണ് അങ്ങനെ ക്യാബേജ് തോരനുകളൊക്കെ കഴിക്കും. ഏറ്റവും ഇഷ്ടം ക്യാബേജ് തോരനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ക്യാബേജ് തോരൻ വെക്കണ ദിവസം അത് കുറച്ചധികം എടുത്തിട്ട് കഴിക്കണതാണ്. ചോറ് വളരെ കുറച്ചെടുത്തിട്ട് തോരൻ ഒത്തിരി കഴിക്കും. അതുപോലെ തന്നെ ഈ സാധനം സാറിനെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത്തിരി കൂടി കൂടുതൽ ഉണ്ടാക്കേണ്ടിയിരുന്നു എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. അപ്പോൾ അത് ഏകദേശം ഒരു പകുതി വേവായപ്പോൾ തന്നെ ഞാൻ തേങ്ങയുടെ അകത്ത് ചെറിയ ജീരകവും
സവാളയാണ് ഉണ്ടായിരുന്നത്, ചെറിയുള്ളി ഉണ്ടായിരുന്നില്ല. സവാളയും പച്ചമുളകും വേപ്പിലയും കൂടി അരച്ചിട്ടാണ് ആ തേങ്ങാക്കൂട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ. എന്നിട്ട് പിന്നെയും അടച്ചു വെച്ചിട്ട് വേവിച്ചതിന് ശേഷം പിന്നെ നമ്മൾ തൈരും വേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ മൂടി വെക്കുകയും ചെയ്യണത് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു, നല്ലതായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ ഓണത്തിന് വെക്കണമെന്നാണ് വിചാരിക്കണത്. കാരണം ഈ അവിയൽ പല രീതിയിൽ വെക്കുമല്ലോ. വെളുത്തുള്ളി ഇടുന്നവരുണ്ട്, വെളുത്തുള്ളി ഇടാത്ത. അപ്പോൾ ഇത് ചെറിയ ജീരകത്തിൻ്റെ പൊടി മാത്രം ഇട്ടത് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങയാണെങ്കിൽ തീർന്നു പോയതുകൊണ്ട് ഞാൻ ഇത്തിരി തേങ്ങ ആദ്യം അവിയലിന് വേണ്ടിയത് ചിരണ്ടി അവിയൽ മിക്സ് ആക്കി എടുത്തതിന് ശേഷം ബാക്കി തേങ്ങയും കൂടി ചിരണ്ടി ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കമൻസിൽ ഇങ്ങനെ സാമ്പാർ പൊടി ചൂടാക്കിയിട്ടിട്ട് സ്വപ്ന എന്ന് പറയണത് ഞാൻ കേട്ടത്. അപ്പോൾ ഞാൻ എണ്ണയിലല്ല ചുമ്മാ ഒന്ന് ചൂടാക്കിയിട്ടാണ് ഇട്ടത് കേട്ടോ. ഇന്നത്തെ സാമ്പാറിൽ ഒരബദ്ധം എനിക്ക് പറ്റിപ്പോയി. സാമ്പാർ നല്ലതായിരുന്നു, കൈരളി സാമ്പാർ പൊടി നമ്മൾ മേടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ സാമ്പാറിൻ്റെ പൊടി നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് സാമ്പാർ നല്ലതായിരുന്നു. പുളിവെള്ളം ഒഴിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത്തിരി മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരപ്പാനി എൻ്റെ കയ്യിലുള്ളത് 1 സ്പൂൺ ഇടാമെന്ന് വിചാരിച്ച് ശർക്കരപ്പാനി അങ്ങോട്ട് 1 സ്പൂണിൽ എടുത്തിട്ട് പെട്ടെന്ന് പുറകിലൊരു ശബ്ദം കേട്ട് ഞാനത് തിരിഞ്ഞിങ്ങനെ പോയപ്പോൾ എൻ്റെ കയ്യിൽ ശർക്കരപ്പാനിയുടെ ആ ഒരു കണ്ടെയ്നർ അങ്ങനെ തന്നെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് നേരെ ഞാൻ തിരിയണതും ഇത് എൻ്റെ കയ്യിൽ നിന്ന് പതിയെ ഇങ്ങനെ ചരിഞ്ഞിട്ട് കുറേ അധികം ശർക്കരപ്പാനി സാമ്പാറിൻ്റെ അകത്തേക്ക് വീണുപോയി. എടുത്തു വെച്ചത് സ്പൂണിലൊരു ഇത്തിരിയാണ്, അത് ഇടുന്നതിന് മുമ്പ് തന്നെ ഇത് ഒത്തിരി അങ്ങോട്ട് ഒഴുകി അതിനകത്തേക്ക് വീണുപോയി. അപ്പം തന്നെ ഞാൻ വിചാരിച്ചു ശർക്കര ആണെങ്കിൽ കട്ടയെടുത്ത് മാറ്റാറുന്നത്, പാനിയല്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇന്നത്തെ സാമ്പാർ ഞാൻ പേടിച്ചാണ് വിളമ്പിയത്. മധുരം കൂടുതലുണ്ടാവുമല്ലോ, പക്ഷെ ആരും ഒന്നും പറഞ്ഞില്ല. സാമ്പാർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നല്ലതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് ചിരിച്ചുപോയി. ഞാൻ പറഞ്ഞു നന്നായി, ഇങ്ങനെ ഒരു അബദ്ധം എനിക്കിത് പറ്റി. അപ്പോഴാണ് എടുത്തിട്ട് ശരിയാണ്, ഒരിത്തിരി മധുരം തോന്നുന്നുണ്ട്, എങ്കിലും കുഴപ്പമില്ല, സാമ്പാർ നന്നായിട്ട് കിട്ടി. അങ്ങനെ സമാധാനം. അപ്പോൾ അതാണ് ഞാൻ ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ റൂബിക്ക് തീരെ വയറിന് വയ്യാത്തൊരു ദിവസമായിരുന്നു. ഇന്ന് അവൾ ഒരു തരി ഭക്ഷണവും കഴിച്ചില്ല, വെള്ളം മാത്രമാണ് കുടിച്ചേക്കണമെന്ന് തോന്നുന്നത്, എന്ത് കൊടുത്തിട്ടും കഴിച്ചില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവൾക്ക് നമ്മൾ ആ പുറത്തുനിന്ന് മേടിക്കുന്ന ആ പാക്കറ്റ് ഫുഡുകൾ കൂടുതൽ കൊടുത്തിട്ടാണെന്ന് തോന്നുന്നുണ്ട്. അവൾക്ക് അതാണല്ലോ ഏറ്റവും ഇഷ്ടം. പക്ഷെ അതങ്ങനെ കൊടുക്കാനും പാടില്ലല്ലോ. എങ്കിലും ഇവളുടെ കൊതി കാണുമ്പോൾ നമ്മളിത്തിരി കൊടുക്കും. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നത് അവളുടെ വയറാകെ നാശമായിട്ട് അവൾക്കൊന്നും കഴിക്കാൻ പറ്റാതിരുന്നൊരു ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് അവൾക്ക് എന്തെങ്കിലും ഒരു ട്രീറ്റ് ഇങ്ങനെ അതെങ്കിലും കഴിക്കുവാന്ന് നോക്കാം എന്ന് വിചാരിച്ച് അത് കൊടുത്തിട്ട് പോലും അവൾക്ക് ഒട്ടും തന്നെ പറ്റണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു മനപ്രയാസമായിരുന്നു. ആരിപ്പം മനുഷ്യനായാലും മൃഗങ്ങളായാലും ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമമാണ്. അപ്പോൾ അവൾ വിശന്നിരിക്കണല്ലേ എന്നുള്ളൊരു സങ്കടം. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ റൂബി ഒന്നും കഴിച്ചില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഇപ്പോൾ ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നാളെ നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ നിർബന്ധിച്ച് കൊടുത്തില്ല. അപ്പോൾ ഇതൊന്ന് പതിയെ ഒന്ന് കൊടുത്തു നോക്കാം, ഇത് വെറുതെ ഇങ്ങനെ ഒരു ഗ്രേവി പോലത്തെ സാധനം. അപ്പോൾ അത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടും അത് അവൾ കഴിച്ചില്ല. അങ്ങനെ വിട്ട് പിന്നെ അവൾ സ്വസ്ഥമായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ച് മരുന്ന് 2 നേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. എങ്കിലും അവളൊന്ന് ഒരു ഭക്ഷണം പോലും കഴിച്ചില്ല, എന്ത് കൊടുത്തിട്ടും കഴിച്ചില്ല. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ഞാൻ ചായപ്പൊടി നോക്കിയപ്പോഴത്തേക്ക് ഇത്തിരി കുറവായിരുന്നു. പപ്പയുടെ ചായപ്പൊടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മേടിക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് കാപ്പി ഉണ്ടല്ലോ, ഇൻസ്റ്റൻറ്റ് കോഫി, അത് വെച്ചിട്ട് ഇന്ന് കാപ്പി ഉണ്ട്. അപ്പോൾ കുട്ടികൾ ലേറ്റായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ അവർ വരട്ടെ എന്ന് വെച്ചത് അവിടെ മൂടി വെച്ചിട്ടാണ്. പിന്നെ എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ബെഡ്ഷീറ്റിൻ്റെ കാര്യം ഒരാൾ വളരെ വലിയൊരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നു. സൂപ്പർ കിങ് എന്ന് പറഞ്ഞാൽ ബെഡ്ഷീറ്റ് ഓപ്ഷൻ നോക്കിയാൽ മതി, അതിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട്, അധികം വിലയൊന്നുമില്ല, കൂടിയതുമുണ്ട്. അങ്ങനെ ഞാൻ സൂപ്പർ കിങ്ങിൽ അപ്പം തന്നെ കയറി സൂപ്പർ കിങ് 3 എണ്ണം ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്ന് ഇവർക്ക് അത് വിരിച്ച് നല്ല വലിയ ബെഡ്ഷീറ്റാണ്, 500 രൂപ താഴെയുള്ളതാണ് എടുത്തത്, ലൈറ്റ് വെയ്റ്റാണ്. അപ്പോൾ അത് പറഞ്ഞു തന്ന ആൾക്ക് ഒരുപാട് താങ്ക്സ്. കാരണം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചത് കേട്ടോ. അപ്പോൾ 3 എണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്, 2 എണ്ണം വന്നിട്ടുണ്ട്. അതിലൊരെണ്ണം കുട്ടികൾ വിരിച്ച് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല വലിയ ബെഡ്ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ഇനിയും എൻ്റെ പോലെ പ്രശ്നമുള്ളവർക്ക് അത് സൂപ്പർ കിങ് നോക്കാം. അങ്ങനെ ഞാൻ നടക്കാനൊക്കെ പോയി. പ്രാർത്ഥന 6:45 എപ്പോഴും വീണ്ടും പറഞ്ഞു പോണേ. 6:45 6:45 ഇപ്പോൾ നേരത്തെ തന്നെ, അതായത് ഇരുട്ട് വീഴുന്നതിന് മുമ്പേ പ്രാർത്ഥന തുടങ്ങുകയാണ്. അതും കഴിഞ്ഞിട്ടാണ് ഞാൻ നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒത്തിരി ലേറ്റ് അങ്ങനെയാണ് തിരിച്ചു വരുമ്പോഴേ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ദിവസം വെള്ളിയാഴ്ചത്തെ വീഡിയോയിലേക്കാണ് വന്നത്. ഞാൻ വേഗം വളരെയധികം എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ്. എന്നിട്ടാണ് ഞാൻ, കാരണം ഇനിയിപ്പോൾ ഓണമാണ്, ഇനിയിപ്പോൾ വീഡിയോ ഒന്നും ഇടാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ഏതായാലും എടുത്ത് വെച്ചതല്ലേ, അതിനെ വളരെ ചുരുക്കി കൂടി ഇടാമെന്ന് വിചാരിച്ചിട്ട് 2 ദിവസത്തെ വീഡിയോ ഒന്നിച്ചിട്ടുണ്ടേനെ. അപ്പോൾ ഇത് വെള്ളിയാഴ്ച രാവിലെ
അപ്പോൾ കുട്ടികൾ താഴെ വരുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ പുട്ടും പഴവും റിച്ചാനത് വാരി കൊടുക്കുന്ന ഒരു സന്തോഷമാണ്. അപ്പോൾ ഇത് സാറ്റിന ഇപ്പോൾ ഞാനില്ലെങ്കിൽ സാറ്റിന വാരി കൊടുക്കും, സാറ്റിനില്ലെങ്കിൽ ഞാൻ വാരി കൊടുക്കും, അങ്ങനെയൊക്കെയാണ് ഓരോ സന്തോഷങ്ങൾ. അങ്ങനെ സാറ്റിന കഴിക്കുകയും ചെയ്യുന്നുണ്ട്, വാരി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളുടെ റൂബി ഇന്നലെ ഫുഡ് കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇന്ന് ഏതായാലും 2 മുട്ട കൊടുത്തു നോക്കാം. ചിക്കൻ വേവിച്ചത് ഇപ്പം എടുക്കണ്ട, ഇത് കൊടുത്തു നോക്കാമെന്ന് വിചാരിച്ച് ഞാനത് ആക്കിയിട്ട് കൊടുത്തിട്ട് അതും അവൾ കഴിച്ചില്ലായിരുന്നു കേട്ടോ. കുറേ അധികം നേരം കഴിഞ്ഞിട്ട് വൈകുന്നേരത്തോടുകൂടിയാണ് ഈ 2 മുട്ട കഴിച്ചത്. അതിനുശേഷം വേഗം ചിക്കന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുതിയ ബ്ലാക്ക് ഷർട്ട് കുരേശനോടെ പോകണം. ഓക്കെ, ഞാൻ മീൻ വെട്ടിട്ട് വീട്ട് ചപ്പാത്തി ഉണ്ടാക്കണം, ചിക്കൻ കറി ഉണ്ടാക്കണം. അപ്പോൾ കുറേ നേരം ഞാൻ റൂബിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് അവൾ കഴിച്ചില്ല. പിന്നെ ഞാനത് അവിടെ പാത്രത്തിലെടുത്ത് വെച്ച് പിന്നെ എടുത്ത് മാറ്റിയിട്ട് ഞാൻ പറഞ്ഞില്ല വൈകുന്നേരം എപ്പോഴാണ് കഴിച്ചത്. അത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ ഓക്കെ ആയിരുന്നു. പിന്നെ ഞാൻ വേഗം ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ എടുത്ത് കൊടുത്ത് പ്രാർത്ഥനയുടെ ടൈമിൽ ചിക്കനും വേഗം തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോൾ ഷാജി രാവിലെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ഫ്രഷ് അയിലുണ്ട് കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ അയില മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 11 അയില 400 രൂപക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല വലിയ അയിലേക്കായിരുന്നു, നല്ല ടേസ്റ്റുള്ള അയില മറന്ന്. അപ്പോൾ അത് വേഗം തന്നെ വെട്ടി. അപ്പോൾ ഇല്ലേ ഇന്ന് ഞാൻ പെട്ടെന്ന് എനിക്ക് രാവിലെയാണ് തോന്നിയത് ഇത്തിരി ചിക്കൻ കറി വെക്കാമെന്നുള്ളത്, ചപ്പാത്തിയും ചിക്കൻ കറി. കാരണം ചോറ് എനിക്കും പപ്പക്കും ഉള്ളതൊക്കെ ഉണ്ട്, അപ്പോൾ ഇനിയും ചോറ് വെക്കണ്ട എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ ഏതായാലും ചിക്കൻ ആണെങ്കിൽ എല്ലാം ഫ്രീസായിരിക്കണം, ഇതൊക്കെ ഏത് നേരത്താണ് ഇനി, അല്ലെങ്കിൽ പിന്നെ ഓവനിൽ വെച്ച് അത് ഡീഫ്രോസ്റ്റ് ചെയ്തൊക്കെ എടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിക്കൻ ഇനി ഒരുപാട് ആവശ്യമുള്ള വീടാണല്ലോ, അപ്പോൾ ചിക്കൻ മേടിക്കാം എന്ന് വിചാരിച്ച് 2 ചിക്കൻ വീണ്ടും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തണുപ്പൊന്നും മാറേണ്ട ആവശ്യമില്ലല്ലോ, പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്തിട്ട് കറി വെക്കാം. ബാക്കിയുള്ള ചിക്കൻ ഫ്രീസറിൽ വെക്കണം, പക്ഷേ വെക്കാൻ സ്ഥലമില്ല. അതാണ് ഇപ്പോൾ ഞാൻ തുറന്ന് കാണിച്ചത്, ഒട്ടും സ്ഥലമില്ല. ഇത് മീനും നേരത്തെ ചിക്കനും എല്ലാം തിങ്ങി നിൽക്കണേണ്. എങ്കിലും കുഴപ്പമില്ല, ഈ ചിക്കനൊക്കെ ഈ പെട്ടെന്ന് കഴിയും. ഇത് കുട്ടികളാണെന്നുണ്ടെങ്കിലും റൂബിയാണെങ്കിലും ചിക്കനെല്ലാം കൂടുതൽ കഴിക്കണം, അപ്പോൾ വേഗം തീരും. അപ്പോൾ അങ്ങനെ 2 ചിക്കനും കൂടി മേടിച്ചിട്ടുണ്ട്. അങ്ങനെ മീൻ വെട്ടിയെടുത്തിട്ട് ആദ്യം കറി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം അടുത്ത ദിവസം ശനിയാഴ്ച റോജർ വരുന്ന ദിവസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു റോജറിന് മീൻ കറി അങ്ങനെയുള്ളതായിരിക്കുള്ളൂ കൂടുതൽ കഴിക്കാനിഷ്ടം. അപ്പോൾ മീൻ കറി ഇന്ന് തന്നെ വെച്ച് കഴിഞ്ഞാൽ നാളെ ആകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മീൻ കറി വെക്കാം. അപ്പോൾ പപ്പയ്ക്ക് ഇന്ന് കൂട്ടുകയും ചെയ്യാം, കുട്ടികൾക്കൊരു ചിക്കൻ കറിയും ചപ്പാത്തിയും ഉണ്ടാക്കാം. അപ്പോൾ അവർക്ക് ഉച്ചയ്ക്ക് രാത്രിയൊക്കെ അവരത് കഴിക്കും. സാറ്റിനൊക്കെ ആണെങ്കിലും അങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം, ചോറ് കഴിക്കണേലും ഇഷ്ടം. അപ്പോൾ ഞാനില്ലേ മീൻ കറിയുടെ ആ ഒരു മുളകും മഞ്ഞൾപ്പൊടിയും പേരിനൊരിത്തിരി മല്ലിപ്പൊടിയും കൂടി ചേർത്ത് വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ചിട്ടാണ് താളിച്ചിട്ടത് കേട്ടോ. പിന്നെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് പുളി നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പുളിവെള്ളമൊക്കെ ഒഴിച്ച് അതിനകത്ത് തിളച്ച് കഴിഞ്ഞ് മീനും അങ്ങോട്ട് എടുത്തിട്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള മീൻ കറിയായിരുന്നു. അപ്പോൾ വെളുത്തുള്ളിയല്ല ഇഞ്ചിയും ഇത്തിരി സവാളയൊക്കെ ഒന്ന് വാട്ടിയെടുത്ത് ഉലുവ ആദ്യം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റുള്ള മീൻ കറിയായിരുന്നു. പിന്നെ ഞാൻ ഈ ചിക്കൻ അതായത് ഇപ്പോൾ കുട്ടികൾക്ക് കറി വെക്കാനുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി ഒരു കണക്കിന് ഫ്രീസറിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രീസറിൽ എല്ലാം കൂടി കയറൂലായിരുന്നു. അപ്പോൾ നേരത്തെ ചിക്കൻ നല്ല ഫ്രീസായിട്ടിരിക്കുന്നത് ഞാൻ ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് മാറ്റി. കാരണം അത് കുഴപ്പമില്ല, അതങ്ങനെ തന്നെ ഇരുന്നോളും. ഫ്രിഡ്ജിൻ്റെ ഏറ്റവും മുകളിൽ വെച്ചാൽ മതി, അല്ലാതെ നമുക്ക് എല്ലാം അതിനകത്ത് വെക്കാൻ പറ്റിയില്ല. അപ്പോൾ അതങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട്, കാരണം പിറ്റേ ദിവസം ഒരു ബിരിയാണി കൂടി ഉണ്ടാക്കി വെച്ചേക്കാമെന്ന് വെച്ച്. ഇനി റോജർ ബിരിയാണിയാണ് ഇഷ്ടമെങ്കിൽ ബിരിയാണി, ചോറും കറിയാണെങ്കിൽ അങ്ങനെ കഴിക്കാം എന്നൊക്കെ വിചാരിച്ച് അതും കൂടി ചെയ്ത് വെച്ചിട്ട്. എന്തൊക്കെയാണല്ലേ അമ്മമാർ മനസ്സിൽ ചിന്തിക്കുന്നത് അല്ലേ, കുട്ടികൾ ഏതാണോ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു നിനക്ക് എന്താണെന്ന് പറയുമ്പോൾ തമാശ രൂപത്തിൽ പറയുള്ളേ, ഒന്നും പറയൂല, ഇന്നത് വേണമെന്നൊന്നും പറയൂല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞെങ്കിൽ അത് മാത്രം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മതി. റോജർ ഇങ്ങനെ ഒരു തമാശ രൂപത്തിലേ പറയുള്ളൂ, അപ്പോൾ നമുക്കൊരു പിടുത്തം കിട്ടില്ല എന്താ വേണ്ടതെന്ന്. അപ്പോൾ ഈ ഒരു ചിക്കൻ കറി നമ്മുടെ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള ചിക്കൻ കറിയാണ്. കാരണം സാധാരണ ഒരു ചിക്കൻ കറി ഞാൻ ഇങ്ങനെ വെക്കാറില്ല. ഇവിടെ ആർക്കും തന്നെ സാധാരണ നമ്മൾ നാടൻ ചിക്കൻ കറി ഇവിടെ അങ്ങനെ ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല സത്യത്തിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടില്ലേ നമ്മൾ വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത്,
വെജിറ്റബിൾ ഓയിൽ എടുത്തിട്ടില്ലേ, വേണമെന്നുണ്ടെങ്കിൽ മുഴുവൻ മസാല പൊട്ടിക്കാൻ ഇത്തിരി ചെറിയ ജീരകം പൊട്ടിക്കാം. അത് ഇടയ്ക്ക് കടിക്കണത് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്തില്ല. സവാള നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയും ചോപ്പ് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുക്കേണ്ട ഏറ്റവും അവസാനമാകുമ്പോൾ. പിന്നെ പച്ചമുളക്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ. അപ്പോൾ സവാളയും പച്ചമുളകാണ് ആദ്യം ഇട്ടത്. അത് നല്ല രീതിയിലൊന്ന് കളറ് മാറി വരുന്ന സമയത്താണ് വെളുത്തുള്ളി ഇഞ്ചി നല്ലതായിട്ട് തന്നെ ഒന്ന് ചതച്ചത് അത് ഇട്ട് കൊടുത്തത് കേട്ടോ. നമ്മുടെ ചോപ്പറിൽ തന്നെയാണ് ചെയ്തത്. അതിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മണം മാറി കഴിയുമ്പോൾ നേരെ ചിക്കനാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ ഇട്ടിട്ട് ഇതിനകത്ത് നല്ല രീതിയിൽ മറിച്ച് ചിക്കൻ ചെറിയ രീതിയിൽ ഒന്ന് സൈഡൊക്കെ ഒന്ന് വെന്ത് മുരിഞ്ഞിങ്ങനെ വരണം. ആ സമയത്താണ് നമ്മളിതിനകത്തേക്ക് 2 വലിയ തക്കാളി അരിഞ്ഞത്, നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലത്, പ്യൂരി വേണ്ട, പൊടിയായിട്ട് അരിഞ്ഞാൽ മതി. എന്നിട്ട് അതിട്ട് കഴിഞ്ഞ് പിന്നെയും നമ്മൾ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇളക്കി ഇതിൻ്റെ ആ ഒരു വെള്ളം ഇറങ്ങണ ഒരിത് മാറുമ്പോൾ, അതായത് ആദ്യം തന്നെ നമ്മളിങ്ങനെ ഇളക്കാതെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം വരില്ലേ. ഇതാവുമ്പോൾ അധികം വെള്ളം കൊണ്ട് ഇറങ്ങി വരില്ല ചിക്കൻ്റെ അകത്തുനിന്ന്. അപ്പോൾ ഇതൊരു തിക്ക് ഗ്രേവി ആയിട്ടുള്ളൊരു കറിയാണ്. അതുകൊണ്ടങ്ങനെ ഇളക്കി വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ആദ്യം മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, എരിവില്ലാത്ത ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത് കേട്ടോ. പിന്നെ കുരുമുളക് പൊടി, പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ഇപ്പോൾ ഇട്ട ചെറുജീരകത്തിൻ്റെ പൊടി. അപ്പോൾ എരിവുള്ള മുളക് പൊടി ഇടണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടില്ലെങ്കിൽ ഭയങ്കര എരിവായി പോകും കേട്ടോ. അപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ മാത്രം ഉപയോഗിക്കണം. അതുകൊണ്ട് ഇത്തിരി കൂടുതലൊക്കെ ഇട്ട് കഴിഞ്ഞാലും നല്ലൊരു കളറ് കിട്ടും, എരിവുണ്ടാവില്ല. അപ്പം നമ്മൾ ഇതിനകത്ത് ഗരം മസാല ഇട്ടിട്ടില്ല കേട്ടോ. അത് ഏറ്റവും അവസാനമാണ് ഇടേണ്ടത്. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞതിന് ശേഷവും ഇതിട്ടൊന്നും പതിയൊന്നും മൊരിയിച്ചെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പേരിന് അതൊന്ന് കഴുകി ഇത്തിരി വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ വെള്ളം കൂടുതൽ വേണ്ടവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ച് ഗ്രേവി കൂടുതൽ തിക്കാക്കി എടുക്കാം കേട്ടോ. ഞാനൊരു കൂടുതൽ ലൂസാക്കി എടുക്കാം. അപ്പോൾ ഞാൻ തിക്ക് ഗ്രേവിയാണ് ചെയ്യണത്. അപ്പോൾ അത് മൂടി വെച്ച് അവിടെ വേവിക്കണം കേട്ടോ. അപ്പോൾ അതിനകത്ത് ഇട്ടേക്കണ പൊടികൾ മല്ലിപ്പൊടി ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ടാൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 3/4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരു ടീസ്പൂണിൽ കൂടുതലോളം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചെറിയ ജീരകം ഞാൻ പൊട്ടിച്ചിട്ടില്ലല്ലോ. പൊട്ടിക്കണമെങ്കിൽ അത്രയും പൊടി ഇടണ്ട. അപ്പോൾ അത് പൊട്ടിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഒരു ടീസ്പൂൺ എടുത്ത് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തത് കേട്ടോ. ഇപ്പം നമ്മൾ ചിക്കൻ വെന്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഗരം മസാല ഇട്ട് കൊടുത്തത്. എന്നിട്ട് പിന്നെ ഇതിനകത്ത് ഇടേണ്ടത് തൈരാണ് കേട്ടോ. തൈര് ഒരു 1/2 കപ്പ് തൈര് അങ്ങോട്ട് ഇടണം. തൈരിട്ട് കഴിഞ്ഞിട്ട് പുളിയില്ലാത്ത തൈര് കേട്ടോ. പുളിയില്ലാത്ത തൈരിട്ടിട്ട് പിന്നെ മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കറി റെഡിയാണ്. അപ്പം നമ്മളുടെ നാടൻ പാചകത്തിൽ ഈ ചെറുജീരകത്തിന് പകരം പെരുംജീരകത്തിൻ്റെ പൊടി ഇടും. ഇതിൻ്റെ അത് പെരുംജീരകമേ ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ചെറിയ ജീരകത്തിൻ്റെ പൊടിയിട്ടാണ് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ആക്കിയെടുക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ഇത്. ഒരിക്കലും ഒരു നാടൻ ചിക്കൻ കറിയല്ല. നാടൻ ചിക്കൻ കറി ഇഷ്ടമില്ലാത്തവർക്ക് ചപ്പാത്തിക്കൊക്കെ വെക്കാനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. പൊറോട്ട ചപ്പാത്തിക്കൊക്കെ നല്ലൊരു ചിക്കൻ കറിയാണ്. ഞാനും കഴിച്ചു. എനിക്കും ഈ നാടൻ രുചിയുള്ള ചിക്കൻ കറി എനിക്ക് ഇഷ്ടമല്ല. ഇതുപോലത്തെ ആണെങ്കിൽ ഞാനും കഴിക്കും. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ചിക്കൻ കറി വെച്ച് ചപ്പാത്തി കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം രാത്രി വരെ കുട്ടികൾക്ക് കഴിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കൂടുതൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരാണെങ്കിൽ വരാൻ ലേറ്റ് ആയതുകൊണ്ട് ഞാനും പപ്പയും കഴിക്കലാണ് ഇപ്പോൾ സാധാരണ. അപ്പോൾ അത് റിച്ചാൻ ഒട്ടും ഇഷ്ടപ്പെടണമല്ലോ. എല്ലാവരും കൂടെ ഒന്നിച്ച് കഴിക്കണ്ടേ. മമ്മി എന്താണ് ഞങ്ങളെ വിളിക്കാത്തത്? ഞാൻ പറയും, നിങ്ങൾ വിശക്കണില്ലേ? നിങ്ങൾക്ക് വിശക്കുമ്പോൾ നിങ്ങൾ വരൂലേ? എന്താ വരാത്തത്? ഇപ്പോൾ 3 മണി 4 മണി ആയാലും വല്ല. അത് സാറ്റർഡേ വർക്ക് കോളുകളൊക്കെ വരുമ്പോൾ നീണ്ടു പോണതാണ് സമയം. അപ്പോൾ അതുകൊണ്ടാണ്. എങ്കിലും മമ്മി കഴിക്കുമ്പോൾ ഒന്ന് ബെല്ലടിക്കണം, ഒന്ന് വിളിക്കണം, അല്ലാതെ ഇരിക്കരുത് കഴിക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് ഇന്ന് മുതൽ ഞാൻ ബെല്ലടിക്കും. അപ്പോൾ അവർക്ക് സമയമുണ്ടെങ്കിൽ വന്ന് കൂടെ ഇരിക്കട്ടെ. അപ്പോൾ ബെല്ലടിക്കുമ്പോൾ തന്നെ അവൻ ഓടി താഴെ വരും കേട്ടോ. അപ്പോൾ സാറ്റിനാണെങ്കിൽ വർക്ക് ആയതുകൊണ്ട് സാറ്റിന അതൊന്ന് ഒതുക്കിയിട്ടായിരിക്കുള്ളൂ സാറ്റിനക്ക് വരാൻ പറ്റുക. കാരണം സാറിനൊക്കെ ഇനി സെപ്റ്റംബർ കഴിയാതെ ഈ വർക്ക് ലോഡ് തീരൂല. അത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഫ്രീ ആകും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ ഇപ്പോഴേ ഞാൻ പറയുന്നുണ്ട്. എങ്കിലും നമ്മൾ ഓണത്തിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഞാനും സാറ്റിനെയൊക്കെ വരാം. അത് സാവധാനം ഓണം കഴിയുമ്പോഴേക്കുള്ള ആ വീഡിയോ വരണതേ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ദിവസം നാളെ ഉത്രാടമാണ്. പറ്റുമെന്നുണ്ടെങ്കിലൊക്കെ വീഡിയോ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. പറ്റുമെന്നുണ്ടെങ്കിൽ ഇടാം. കാണാൻ ആരൊക്കെ ഉണ്ടാകുമെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. എങ്കിലും പറ്റുമെങ്കിൽ ഇടാം. അല്ലെന്നുണ്ടെങ്കിൽ ഓണം കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ, തിരുവോണം കഴിഞ്ഞിട്ട് പിറ്റേന്നായിരിക്കുള്ളൂ ഞാൻ വീഡിയോ ഒക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ഉണ്ടാകുന്നുള്ളൂ. കുറച്ച് സാധനങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ചായപ്പൊടിയൊക്കെ മേടിച്ചിട്ടുണ്ടാകും, മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചായപ്പൊടിയൊക്കെ ഞാൻ മേടിച്ചാണ് കേട്ടോ.
അപ്പോൾ ഇത്രയും ഉണ്ടാകുന്നുള്ളൂ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് എന്ന് കാണും എന്ന് പറയാൻ പറ്റൂല, ഞാൻ പറഞ്ഞായിരുന്നല്ല. ചിലപ്പോൾ നാളെ ഇടാം, അല്ലെന്നുണ്ടെങ്കിൽ തിരുവോണമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ കേട്ടോ. താങ്ക്